ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. നമ്മളിന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത് എന്നതാണ് നമ്മളിന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത്. പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. വളരെ പോസിറ്റീവ് മൈൻഡ് മാത്രം വെക്കുക. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡൻസ്. Universe, please guidance. Universe, please guidance. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത് ഈ ഒരു സമയം? Universe, please guidance. Okay. Bottom of the deck, trust and listen to your intuition, abundance. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ അബണ്ടൻസ് എന്ന് പറഞ്ഞ ആ ഒരു എനർജി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എനർജിയിൽ അബണ്ടൻസ്, ട്രസ്റ്റ്, ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ, ഇതൊക്കെ നമുക്ക് കാണിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സന്റെ മനസ്സിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ അവർക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ഇത് അവരുടെ കറക്റ്റായിട്ടുള്ള ഒരു പാർട്ട്ണറാണ്. ഇപ്പം നിങ്ങൾ ചെന്നതിന് ശേഷം ഒരുപാട് അവർക്ക് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ ഗ്രോത്തും അതുപോലെ തന്നെ ചിലപ്പം ജോബിലായിരിക്കും ജോലിയില്ലാത്തൊരു പേഴ്സണ് ജോലി കിട്ടി, അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ചകൾ വന്നു. അപ്പോൾ ഒരുപാട് ഉയർച്ചകളും അല്ലെങ്കിൽ ഒരുപാട് നേട്ടങ്ങളും കൈവരിച്ചിട്ടുണ്ടായിരുന്ന ഒരു സമയമാണ് നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ആ ഒരു ഇൻറ്റ്യൂഷനിൽ ആ ഒരു പേഴ്സണ് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ അവരുടെ സോൾമേറ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ആണ് അവരുടെ ആത്മാവും അതുപോലെ തന്നെ ഒരു വെളിച്ചവും എന്ന് ആ ഒരു പേഴ്സൺ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതായത് അവർക്ക് ഇതൊരു ലക്കായിട്ടാണ് തോന്നുന്നത്. അവർക്ക് നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ വളരെ ലക്കി പേഴ്സൺ ആയിട്ടും അവരുടെ ജീവിതത്തിൽ നേടാതിരുന്ന പല കാര്യങ്ങളും അവർക്ക് നേടാൻ സാധിച്ചത് കൊണ്ടും അതുപോലെ തന്നെ പലപ്പോഴും എന്താ പറയുക ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു എനർജിയിൽ തന്നെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു പേഴ്സണ് അവരുടെ ആ ഒരു എന്താ പറയുക അവരുടെ ആത്മാവ് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ മേ ബി വിശ്വാസപരമായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആവാം. മെഡിറ്റേഷൻസ്, മാനിഫെസ്റ്റേഷൻസും അതുപോലെ ഒരുപാട് എന്താ പറയുക ഒരുപാട് പ്രാർത്ഥനകളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആവാം. അപ്പം പലപ്പോഴും ഡിവൈൻ തന്നെ അവിടെ മെസ്സേജ് കൊടുക്കുന്നുണ്ട്, നിങ്ങളാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ എന്ന്. അത് അവർക്ക് ഈ ഒരു പേഴ്സൺ അത് പ്രൂവ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്, നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന്. അപ്പം ഇവർ ഇപ്പോഴും നിങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾ ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ആ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പം അത് വിശ്വസിച്ച് അവരും അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്.